everyone, welcome back to my YouTube channel Learning Guide. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സയൻസ് ആണ്. എല്ലാവരും സയൻസ് ടെസ്റ്റ് എടുത്ത് നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം, അത് പാർട്ട് 2 ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 6th ചാപ്റ്റർ ആണ്. എ ലിറ്റിൽ എഫേർട്ട് ലോട്ട് ഓഫ് വർക്ക്. Children, what you can see in this picture? Yes, a man is husking coconut using husking device, isn't it? Yes, എന്താണ് ഈ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? കോക്കനട്ട് ഹസ്കിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് തേങ്ങ മാറ്റി വെക്കുകയാണ്, തേങ്ങയിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. Okay, let us read out. Did you see Paramuchetan husking coconuts? What are the different ways in which you husk coconut at home? Using an axe, using a chopper, using the coconut husking device? Which of this method is most commonly used? Why? Write down your opinion in the science diary. നിങ്ങൾ ഇതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത് തേങ്ങ പൊട്ടിക്കാൻ? അതെ, നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഹസ്കിംഗ് ഡിവൈസ്. Why we use husking device? Because it makes our effort easy, isn't it? യെസ്, അതായത് നമ്മൾ എന്താണ് ഹസ്കിംഗ് ഡിവൈസ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? നമ്മളെ ജോലി എളുപ്പമാക്കുന്നത് കൊണ്ട്. Next, let us read out. Didn't you choose this device because it makes your work easier? Such devices that make your work easier are known as simple machines. Don't you use other simple machine also at home? Here, one point is given there. That is, such devices that make any work easier are known as simple machine. അതായത് നമ്മളെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന വസ്തുക്കളെ സിമ്പിൾ മെഷീൻ എന്നാണ് വിളിക്കുക. ജസ്റ്റ് അണ്ടർലൈൻ ദാറ്റ് സെൻറ്റൻസ്. I will read one more time. The devices that make any work easier are known as simple machine. അതായത് നമ്മളെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന വസ്തുക്കളെ സിമ്പിൾ മെഷീൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. Look at the pictures of some simple machines. Tablet in your science diary the tasks made easier by these devices. Simple machines and tasks made easy. Here you can see 11 simple machines. നിങ്ങൾക്ക് ഇവിടെ 11 simple machines കാണാം. അതിൽ 4 ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും, ബാക്കി നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. ഓക്കെ, ആദ്യത്തേത് എന്താണ് നിങ്ങൾ കാണുന്നത്? ഹാമർ ആണ് കാണുന്നത്. ഹാമർ ഈസ് യൂസ്ഡ് ടു പ്ലഗ് നെയിൽസ് ടു ഫിക്സ് നെയിൽസ്. അതായത് ഹാമർ ഉപയോഗിക്കുന്നത് നെയിലുകൾ എന്താണ് ചുമരിലേക്ക് തറപ്പിക്കാനോ അത് ഇളക്കാനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സ്പാനർ. യെസ്, സ്പാനർ. വൈ ഈസ് സ്പാനർ യൂസ്ഡ്? എന്തുകൊണ്ടാണ് സ്പാനർ ഉപയോഗിക്കുന്നത്? ടു ഫിക്സ് ആൻഡ് റിമൂവ് നട്ട്സ് ആൻഡ് ബോൾസ്. എന്താണ് നട്ട്സും ബോൾസും റിമൂവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. റിമൂവ് മാത്രമല്ല, ഫിക്സ് ചെയ്യാൻ, അതായത് കൂട്ടിച്ചേർക്കാനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സ്ക്രൂ ഡ്രൈവർ. വൈ സ്ക്രൂ ഡ്രൈവർ ഈസ് യൂസ് ടു ഫിക്സ് സ്ക്രൂസ് ആൻഡ് അൺസ്ക്രൂ ദം ഓൺ ദ വുഡ് ആൻഡ് അതർ മെറ്റീരിയൽസ് ബൈ ടേണിംഗ് ദം. അതായത് സ്ക്രൂകൾ ഫിക്സ് ചെയ്യാനും അതുപോലെ ഇളക്കാനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. ചുമരിൽ ചില ആണികളുണ്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഉപയോഗത്തിൽ തറപ്പിക്കുന്നത്, അത് ഇളക്കാനായിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ ഫോർസെപ്സ്. ഫോർസെപ്സ് ആർ യൂസ് ടു പിക്ക് അപ്പ് വെരി സ്മോൾ തിങ്സ്. അതായത് അത് സയൻസ് ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് ചെറിയ ചെറിയ വസ്തുക്കൾ, കൈകൊണ്ട് എടുക്കാൻ പറ്റാത്ത വസ്തുക്കൾ ഈ ഫോർസെപ്സ് കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഐ വിൽ സേ വൺ മോർ ടൈം. That is, hammer to plug nails to or fix nails. Second, it is a spanner to fix and remove nuts and bolts. Third, it is a screwdriver used for to fix, screw and unscrew them on a wood and other materials by turning them. And last, it is a forceps to pick very small things. Let us look out levers. Levers are rigid rods that are free to turn about a fixed point. Levers are simple machine because they make our work easier. It is one of an important point. Just put important point mark. Next, let us look out another one. Let us make a seesaw. Can you lift 5 marbles using 1 marble? Materials require a long ruler, 2 empty matchboxes, 6 marbles, a pencil and a double-sided gum tab. Make a seesaw as shown in a figure. Place a matchbox each on another side. Put a marble in one matchbox and 5 marbles in other. Slide the ruler over the pencil as required to maintain balance. Slide the ruler again to a position so as to lift 5 marbles with 1 marble.
Now the ruler acts as a lever so that a great weight can be lifted using a small weight. Write the experiment in your note in your science diary. Look at page number 77. Let us read about levers. What are levers? Levers are rigid rods that are free to turn about a fixed point. Levers are simple machines because they make our work easier. So, put an important mark in the side because it is one of an important point. Let us make a seesaw. Can you lift 5 marbles using 1 marble? Materials required: a long ruler, 2 empty matchbox, 6 marbles, a pencil, a double tapered gum tape. Make a seesaw as shown in the figure. Place a matchbox each on the inner side. Put a marble in one of matchbox and 5 marbles in each in the other side. Slide the ruler over the pencil as required to maintain balance. Slide the ruler again to a position so as to lift 5 marbles with 1 marble. Now the ruler acts as lever so that a great weight can be lifted using a small weight. Write the experiment note in your science diary. Here materials are required. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം അതിൻ്റെ മെറ്റീരിയൽസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു വലിയ റൂളർ വേണം, 2 കാലിയായ മാച്ച് ബോക്സസ് വേണം, 6 മാർബിൾസ് വേണം, ഒരു പെൻസിൽ വേണം, അതേപോലെ 2 സൈഡ് ഒട്ടിക്കുന്ന ഗം ടാപ്പ് വേണം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമുക്ക് എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ മാച്ച് ബോക്സസ് 2 സൈഡിലായിട്ട് വെക്കണം. പിന്നീട് അതിൽ ഒന്നിൽ ഒരു മാർബിളും മറ്റേ സൈഡിൽ 5 മാർബിളായിട്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് റൂളർ 2 അവിടെ വെച്ചിട്ട് അത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം എന്താണ്, the side of the ruler again of the position so has to lift 5 marbles with 1 marble. എന്താണ് 5 മാർബിൾ കൊണ്ട് ഒരു മാർബിളിനെ പൊന്തിച്ചത് ആണല്ലോ. ഇനി now the ruler acts as a lever so that its a great weight can be lifted using a small one. ഇവിടെ നമ്മൾ ലിവർ എന്താണ്, ലിവറായിട്ട് ഒരു വസ്തു ഇരിക്കുന്നുണ്ട്. എന്താണത്? അതെ, വെരി ഗുഡ്. ഈ റൂളറാണ് എന്താണ് ലിവറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സീസോ റെഡി ആയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വി വിൽ ടേക്ക് next section, fulcrum, effort and resistance. Fulcrum, effort, resistance. See the picture of a man lifting a big piece of rock with the help of a crowbar. Here the crowbar acts as the lever. It is because the crowbar turns about the small stone kept below it that the big stone gets lifted. The point about which a lever turns is called fulcrum. Where do we apply force? Where did we place the weight to be lifted by the force? Force we apply is called effort. The resistance force that is overcome by the effort is called resistance. Resistance occurs at the position where the weight of the big stone is experienced. Now observe a pair of scissors are in their 2 rigid material pieces turning at about the fulcrum. Many of the levers we use have more than one rigid rod or metal piece. Is the fulcrum of all levers situated between effort and resistance? Not always. It is some levers effort comes in the middle while in other it is resistance. Here we have to study 3 points. It is fulcrum, effort and resistance. Just underline the point which I am reading. The point about which a lever turns is called fulcrum. Underline it. And next one, the force we apply is called effort. Underline it also. Next third point to underline is the resistance force that is overcome by the effort is called resistance. ഞാനിപ്പം പറഞ്ഞ എല്ലാ പോയിൻറ്റും 3 പോയിൻറ്റ്സും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തേത് ഞാൻ വിശദീകരിച്ച് തരാം. വാട്ട് ഈസ് ഫൾക്രം? ഫൾക്രം എന്ന് പറയുന്നത് ദ പോയിന്റ് അബൌട്ട് വിച്ച് എ ലിവർ ടേൺസ്, ലിവറിൻ്റെ പോയിന്റിൽ നിന്ന് തിരിയുന്നതിനെയാണ് ഫൾക്രം എന്ന് വിളിക്കുന്നത്. ദ ഫോഴ്സ് വി അപ്ലൈ ഈസ് കോൾഡ് എഫേർട്ട്. എഫേർട്ട് എന്ന് വിളിക്കുന്നത് നമ്മൾ എവിടെയാണ് ഫോഴ്സ് നൽകുന്നത്, അതായത് നമ്മൾ ശക്തി നൽകുന്നത്, അതിനെയാണ് എഫേർട്ട് എന്ന് വിളിക്കുന്നത്. ദ റെസിസ്റ്റൻസ് ഫോഴ്സ് ദാറ്റ് ഈസ് ഓവർകം ബൈ ദ എഫിഡൻസ് ഈസ് കോൾഡ്. അതായത് ഈ ഫോഴ്സും ഫൾക്രമും ഉപയോഗിച്ചിട്ട് ശക്തി കൊടുത്തിട്ട് എന്താണ് വസ്തു പുറത്തേക്ക് തള്ളുന്നത്, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 3 പോയിൻറ്റ്സും നല്ലതായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തതെടുക്കാനുള്ളത് ആ ഒരു പ്രോബ്ലമാണ്. ലാസ്റ്റ് കുറച്ച് സിസേഴ്സ് ഒക്കെ തന്നിട്ട് നമുക്കത് നോക്കാം. നെക്സ്റ്റ്, മാർക്ക് ദ ഫൾക്രം, റെസിസ്റ്റൻസ് ആൻഡ് എഫേർട്ട് ഇൻ ദ ഫിഗേഴ്സ് ഓഫ് ദ ലിവേഴ്സ് ഗിവൺ ബിലോ. നിങ്ങൾ ഇനി ഫൾക്രം, റെസിസ്റ്റൻസ്, എഫേർട്ട് അത് ഈ 6 വസ്തുക്കളിൽ നിന്ന് മാർക്ക് ചെയ്യണം. അതിൽ 3 ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ഹോംവർക്കായിട്ട് എടുക്കണം. ആദ്യത്തേത് സ്റ്റാപ്ലറാണ്. സ്റ്റാപ്ലറിൻ്റെ എഫേർട്ട് എവിടെയാണ് നിൽക്കുന്നത്? നടുക്കാണ് എഫേർട്ട് നിൽക്കുന്നത്. അതേപോലെ എന്താണ് ആ യെല്ലോ കളർ നിൽക്കുന്നതാണ് റെസിസ്റ്റൻസ്. ആൻഡ്
ഏറ്റവും എൻഡിൽ വെക്കുന്നത് ആ ഹോളുള്ള ഭാഗമാണ് ഫൾക്രം. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ എഫേർട്ട് കൊടുത്ത് ഫൾക്രമും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആ സ്ക്രൂ ഉള്ള ഭാഗമാണ് ഫൾക്രം. അത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് വസ്തു, അതായത് നമ്മൾ സ്റ്റാപ്ലറിൻ്റെ പിന്ന് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഫോർസെപ്സ്, അതിൻ്റെ ഏറ്റവും എൻഡിൽ 2 ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ഫൾക്രം. അപ്പം അതെവിടെയാണുള്ളത്? ഏറ്റവും എൻഡിൽ, നടുക്ക് എഫേർട്ട് ആൻഡ് ഫ്രണ്ടിൽ ഫസ്റ്റിൽ എന്താണ് നമ്മൾ ആ വസ്തു എടുക്കാൻ ഉപയോഗിക്കുന്നത്, ആ ഒരു പോയിൻ്റാണ് റെസിഡൻസ്. ഇനി ലാസ്റ്റ് വൺ കട്ടിംഗ് പ്ലെയർ, അത് 2 ജോയിൻ ചെയ്യുന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു. ഫൾക്രം ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഫൾക്രം. അതേപോലെ നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന ഏതാണ്? ആ പിടിയാണ് അല്ലേ. ആ പിടിയിൽ എഫേർട്ട് എന്ന സ്ഥലം പറയുന്നു, ഇ എന്ന് മാർക്ക് ചെയ്യുക. ആൻഡ് എന്താണ് ആ വസ്തു, ആ ഒരു എന്താ പറയുക, നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം, അതാണ് റെസിഡൻസ്. ബാക്കി 3 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഞാനിത് പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞു തരണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചു തരാം. Spoon as a lever. Observe the pictures on the spoon. Should you hold in the order to open the lid of a tin easily? Write down your guess in the science diary. Find out whether your guess is correct through an experiment. നിങ്ങൾ ഇവിടെ കാണുന്ന 3 ചിത്രത്തിൽ ഏത് രീതിയാണ് നമ്മൾ ഈ ലിഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് കണ്ടുപിടിക്കണം. അത് നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് എടുക്കേണ്ടതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്തു തരാം. നെക്സ്റ്റ്, വർക്ക് can be made easier by adjusting the position of the effort in a simple machine. It is also one of the point. Just mark it as a point. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് പറയുന്നത്? വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് എഫേർട്ട്. എഫേർട്ടിൻ്റെ രീതി അനുസരിച്ച് എന്താണ് നമ്മളെ വർക്ക് ഈസിയർ ആക്കാൻ ഉപയോഗിക്കുന്നതാണ്. സിമ്പിൾ മെഷീൻ്റെ ഇതാക്കുകയാണ്. എന്താണ്? വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് എഫേർട്ട്. അതായത് സിമ്പിൾ മെഷീൻ്റെ എന്താണ് ഇവിടെ സിമ്പിൾ മെഷീൻ ആയിരിക്കുന്നത് എന്താണ്? നമ്മളെ ടിന്നാണ്. ആ ടിന്നിൻ്റെ മൂടി എന്താണ് തുറക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ആ സ്പൂണിൻ്റെ എഫേർട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തുറക്കാൻ ഈസിയാവും. അതാണ് പറയുന്നത്. So, why is a spoon considered as a lever? Spoon help us to do a work in an easier manner. It is difficult to remove the lid easy by the hand from a tin. If it is tightly fitted to the tin, but we can use a spoon, the lid can be lifted very easily by gripping the spoon more or less at the top. We can lift the lid very easy. ഇനി നമുക്ക് അടുത്ത് നോക്കാം. Simple machine to draw water to. Observe the pictures. Which method of drawing water is easy? നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിട്ട് ഏതാണ് ഏറ്റവും എളുപ്പം തോന്നുന്നത്? പറയൂ. അതെ, ശരി തന്നെ. എത്രാമത്തെയാണ്? 1ാമത്തെ അല്ലേ? അത് വളരെ ഈസിയാണ്. കാരണം അവിടെ എന്ത് സിമ്പിൾ മെഷീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്? യെസ്, അവർ ഉപയോഗിച്ചിരുന്നത് പുള്ളിയാണ് ഉപയോഗിക്കുന്നത്. മറ്റേ സ്ഥലത്താണോ? കുറച്ച് എഫേർട്ട് എടുക്കണം അല്ലേ? കാരണം അവിടെ പുള്ളിയില്ല. ആ വെയിറ്റ് നമുക്ക് താങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. How does the pulley make the work easier? Discuss using the following hints. Where do we apply force to lift the bucket in both cases? Is the force applied in the same direction in the both cases? How does the change in the direction of force help us to make the work easy? Enlist your science diary the various situations in which work is made by help of pulley. We have filmed ourselves with a simple machine like lever, pulley. We can make use of many such simple machines in our daily life. അപ്പം നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് യുവർ സയൻസ് ഡയറി ദ വേരിയസ് സിറ്റുവേഷൻ ഇൻ വിച്ച് വർക്ക് ഈസ് മെയ്ഡ് ഈസിയർ വിത്ത് ഹെൽപ്പ് ഓഫ് പുള്ളി. അതായത് പുള്ളിയുടെ ഉപയോഗം കൊണ്ട് നമ്മൾ എന്തെല്ലാം ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ 3 പോയിന്റ് പറയാം. ബാക്കി നിങ്ങൾ സ്വയം കണ്ടുപിടിച്ചിട്ട് എഴുതാൻ വേണ്ടത്. അപ്പം ആദ്യത്തെ 3 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ടു ഡ്രോ വാട്ടർ ഫ്രം എ വെൽ, അതായത് കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. ടു ബ്രിങ് ഹെവി ഒബ്ജക്റ്റ് ഫ്രം ലോവർ ഏരിയാസ് ടു സർഫേസ്, അതായത് എന്താണ് താഴ്മയുള്ള എന്താണ് ഏറ്റവും വലിയ എന്താ പറയുക കഠിനമായ വസ്തുക്കൾ താഴെ ഏരിയസിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഉപയോഗിക്കുന്നു. ടു ലിഫ്റ്റ് വെഹിക്കിൾസ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഡീപ്പ് വാലീസ്, വലിയ എന്താണ് താഴ്മയുള്ള പ്രദേശങ്ങളിൽ വീണ വാഹനങ്ങൾ അതെന്താണ് പൊക്കിയെടുക്കാനാണ് ഈ പുള്ളി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ കോമൺ ആയിട്ട് എന്താ പറയുക വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുന്ന പുള്ളി എവിടെയാണ്? കിണറിലാണ് അല്ലേ. ടു ഡ്രോ വാട്ടർ, നമ്മൾ വാട്ടർ വലിക്കാൻ മാത്രമായിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് പുള്ളി ഉപയോഗിക്കുന്നത്. മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തത് വീൽ ആൻഡ് ആക്സിലാണ് എടുക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.